മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സദ്യയാണ് ഇന്നും ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ലൈവായിട്ട് ഇത് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? എന്ത് ബിരിയാണി? എന്ത് കാര്യം? എന്ത് ബിരിയാണി? ഈദ് പ്രമാണിച്ച് നമ്മുടെ നാട്ടിലെ 32 വാർഡിലെ 32 വാർഡിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു ബിരിയാണി സംഗമം അനുസരിച്ചു നമ്മളെല്ലാവരും ഒത്തുചേർന്ന് അത് വിജയിപ്പിക്കുകയാണ്. ഇത് പൈസക്കാണോ ഫ്രീ ആണോ? സാമ്പത്തിക സഹായങ്ങൾ ഇഷ്ടമുള്ള ചെയ്യുക. പ്രവാസി മലയാളികൾ ഇവിടെ ഉള്ള നാട്ടിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യണം നിർബന്ധമില്ല. ഈ ലൈനിലൊന്നും കൊടുക്കും. ഈ ലൈൻ മാത്രം കൊടുക്കും. ഈ എരിപരിയുന്ന വെയിലത്ത് നിൽക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ക്യൂവിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? ഊണ് മേടിക്കാനാ? എന്ത് സർക്കാരിന്റെ ആണോ? പിന്നെ ബിരിയാണി കൊടുക്കും. അതാണ്. നിങ്ങളൊക്കെ ബിരിയാണി മേടിക്കാനായിട്ട് നിൽക്കുകയാണല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഒന്ന് അറിഞ്ഞൂടാണ് വന്ന് ക്യൂവിൽ നിൽക്കുന്നത്. തിന്നാൻ വിളിച്ച് വന്നു. അത് ശരി. അപ്പൊ ബിരിയാണിയാണ് കൊടുക്കുന്നത്. മോനും അത് തന്നെ ബിരിയാണി മേടിക്കാൻ തന്നെ വന്നത്. വാർഡ് മെമ്പർ ആരാണ്? വാർഡ് മെമ്പർ ശ്രീജിത്ത്, 32 വാർഡ്. എവിടെ ശ്രീജിത്ത്? എവിടെ? ഇതെന്താണ് ബിരിയാണി? പൈസക്കാണോ അതോ മറ്റോ വല്ല പരിപാടിക്കുവാണോ? ഇത് ഒരു ഇതിന്റെ പെരുന്നാളിന്റെ ഈദ് പരിപാടിയായിരുന്നു. അത് മതസൗഹാർദ്ദമായിട്ട് കൊടുക്കുന്നതാണ് ഇത്. ഓക്കെ. മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ബിരിയാണി വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവരും കഴിക്കുന്ന. ഇതിലെ വാർഡ് മെമ്പർ ആരാണ്? എന്താണ് മെമ്പർക്ക് പറയാനുള്ളത്? ഒന്ന് പറയും. നമസ്കാരം. മുന്നോട്ട് നിൽക്കണം. നമ്മൾ ഇപ്പോൾ 32 വാർഡ് മേലാറ്റിങ്ങിൽ ഇപ്പോൾ മതസൗഹാർദ്ദ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ കയറി. ആദ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു വണ്ടി, 49 സീറ്റ് വണ്ടി, എല്ലാവരും അതിൽ ജാതിയോ മതമോ ആർക്കൊന്നുമില്ല, എല്ലാവരും കൂടെ ചേർന്നൊരു 49 സീറ്റ് വണ്ടി ഇവിടെ നിന്ന് വിട്ടു. അതോടുകൂടിയാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അതിൽ അവർക്ക് കഴിക്കാനുള്ള ലഘുഭക്ഷണം വരെ നമ്മളെ ഇവിടെ ഉള്ള പാർട്ടിക്കാരെല്ലാം സംഘടിച്ച് ചെയ്തു. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് നമ്മൾ ഈ ചെറിയ പെരുന്നാളിൽ ബിരിയാണി കൊടുക്കുകയാണ്. അതും നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടുകൂടി നമ്മൾ ചെയ്യുകയാണ്. അടുത്തത് ഇപ്പോൾ പറയാനുള്ളത്, അടുത്ത ഇനി വിഷു, അടുത്ത വിശേഷ ദിവസങ്ങളിലെല്ലാം ക്രിസ്മസ് എല്ലാം നാട്ടുകാരെല്ലാം മതവും ജാതിയും ഒന്നും അല്ല നമുക്ക് പ്രശ്നം. ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് ആവശ്യം ആയിരിക്കണം എന്നുള്ളൊരു മനസ്സിലാക്കിക്കൊണ്ട് മെമ്പറുടെ മനസ്സിൽ വന്നിയ അതിലിപ്പോൾ ഇവിടെ രാവിലെ കോൺഗ്രസ്സുകാർ വന്നിരുന്നു, BJPക്കാർ, നമ്മളെ CPM-കാർ, എല്ലാവരും നമ്മുടെ രാഷ്ട്രീയക്കാരുൾപ്പെടെ ഇവിടെ വന്നിരുന്നു. അതിലും നമുക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജനങ്ങളെല്ലാം ഒന്നായിട്ട് മുന്നോട്ട് പോകണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് അതാണ് പറയാനുള്ളത്. അത് ഇനിയും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതസൗഹാർദ്ദമാണ് വേണമെന്നുള്ള മനസ്സിലോന്നി മെമ്പറുടെ മനസ്സിലോന്നിയ കാര്യമാണ്. മെമ്പർ ശക്തമായിട്ട് ഇതൊരു ബിരിയാണി ചലഞ്ച് പോലെ ചെയ്യുകയാണ്. ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ബിരിയാണി ജനങ്ങളുടെ സഹായത്താൽ